മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്തിടും, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ വൻതിര പോലുള്ള ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. വൻതിര പോലുള്ള ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. പാട്ടുപാടി നാനാരംഗത്തോടെ കീർത്തനം ചെയ്യുന്നു പാട്ടുവേശുവേ. പാട്ടുപാടി നാനാരംഗത്തോടെ കീർത്തനം ചെയ്യുന്നു പാട്ടുവേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടുക. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം. യബ്ബോക്ക് കടവിങ്കൽ വെച്ച് ഒരു പ്രഭാതത്തിൽ ദൈവം യാക്കോബിനോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്ത്? ഒരു രാത്രി മുഴുവൻ മനുഷ്യവേഷത്തിൽ വന്ന് യാക്കോബുമായി മല്ല് പിടിച്ച ശേഷം നേരം പുലരാറായപ്പോഴാണ് ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത്, നിൻ്റെ പേരെന്ത്? യാക്കോബിന് കാര്യം മനസ്സിലായി. കാരണം ചില വർഷങ്ങൾക്ക് മുൻപ് യാക്കോബിനോട് തൻ്റെ സ്വന്തം അപ്പൻ ഇസഹാക്ക് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ യാക്കോബ് പറഞ്ഞത്, അപ്പാ ഞാൻ നിൻ്റെ ആദ്യജാതൻ ഏശാവാണ്. അപ്പോൾ ഇസഹാക്കിന് കണ്ണു കാണാൻ പാടില്ല. അദ്ദേഹം ഒരു സംശയത്തോടെ പറഞ്ഞു, ശരീരം ഒക്കെ തപ്പി നോക്കിയിട്ട് ഏശാവിൻ്റേതുപോലെ ഇരിക്കുന്നു, പക്ഷേ ശബ്ദം യാക്കോബിൻ്റേതാണല്ലോ എന്ന്. ഇന്ന് പല വിശ്വാസികളുടെയും സ്ഥിതി അങ്ങനെയാണ്. അകമൊന്ന് പുറം വേറൊന്ന്. ശബ്ദമൊക്കെ ദൈവമക്കളുടെയാണ്, പക്ഷേ മറ്റു പലതും അങ്ങനെയല്ല, ജീവിതം അങ്ങനെയല്ല. ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ പേര് പറയുവാൻ ഇടയായത്. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓർമ്മക്കുറവോ അല്ലെങ്കിൽ വേട്ടയിറച്ചിയിൽ ഇങ്ങനെ കൊതി പിടിച്ച് ഇരിക്കുന്ന വൃദ്ധനായ ആ ഇസഹാക്കിന് പണ്ട് ഇവർ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുൻപ് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് റിബേക്കയോട് പറഞ്ഞ് അദ്ദേഹം ഒരു പക്ഷേ മറന്നു കാണും. അപ്പോൾ റിബേക്ക അതിലിടപെട്ടാൽ മതി, ഇങ്ങനെ ഇളയവനെ വേണം അനുഗ്രഹിക്കാൻ. അബ്രഹാമിൻ്റെ അല്ല ആദാമിൻ്റെ വീട്ടിൽ ഇളയവനായ ഹാബേലല്ലേ അനുഗ്രഹിക്കപ്പെട്ടത്. അതുപോലെ അബ്രഹാമിൻ്റെ വീട്ടിൽ ഇളയവനായ ഇസഹാക്കല്ലേ അനുഗ്രഹിക്കപ്പെട്ടത്. അതുപോലെ ഇവിടെയും അതിൻ്റെ തനിയ ആവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടേണ്ടത് സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാകും. അദ്ദേഹം ആ കാര്യം ശാന്തമായി ഏശാവിനോട് പറഞ്ഞാൽ ഒരു വഴക്കൊഴിവാക്കാനും സാധിക്കും. ഇങ്ങനെ ദൈവത്തെയും അപ്പനെയും ജ്യേഷ്ഠനെയും ഒക്കെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് യാക്കോബ് പോയെങ്കിലും അനേക വർഷങ്ങൾ, കുറച്ചൊന്നുമല്ല, കുറഞ്ഞത് ഒരു അരനൂറ്റാണ്ട് കാലമെങ്കിലും അദ്ദേഹം പദ്ദൻഅരാമിൽ യാതന അനുഭവിക്കേണ്ടി വന്നു. 2 ഭാര്യമാർക്ക് വേണ്ടി 14 വർഷം, അതിനുശേഷം അദ്ദേഹം കൂലിക്കപ്പൻ്റെ ആടുകളെ മേയിച്ചു.
വാർദ്ധക്യത്തിലാണ് യോസേഫ് ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് ലാബാൻ പറയുന്നത്, ഇനി ആടുകൾക്ക് വേണ്ടി നീ ജോലി ചെയ്തു, തീർച്ചയായിട്ടും കറുത്തതും പുള്ളിയും മറുകുമുള്ള ആടുകളെ എല്ലാം നിനക്ക് തന്നേക്കാം. അങ്ങനെ 6 വർഷം ആടുകളെ തീറ്റി ലാബാനേക്കാൾ സ്വത്തുകാരനായ ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. എന്തായാലും ഈ വർഷങ്ങളിലെല്ലാം വെയിലും മഴയും മഞ്ഞും നിന്ദയും അപമാനവും ഒക്കെയാണ് യാക്കോബിന് ഉണ്ടായിരുന്നത്. ഏതായാലും മടങ്ങി വരുന്ന വഴി യബ്ബോക്ക് കടയിൽ വെച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവനുമായിട്ടൊരു മൽപ്പിടുത്തത്തിന് തയ്യാറായി. ഏശാവാണെന്ന് വിചാരിച്ചാണ് യാക്കോബ് ആദ്യം ഒട്ടും അയഞ്ഞു കൊടുക്കാതെ പിടിച്ചത്. പക്ഷേ പിന്നീട് ഈ വന്നയാൾ ഇവൻ്റെ തുടയുടെ തടം തൊട്ടപ്പോൾ ഉളുക്കാനിടയായി. പിന്നെ ഗുസ്തി പിടിക്കാനും നിവൃത്തിയില്ല, ഓടാനും നിവൃത്തിയില്ല. ഇനി ഏശാവ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏശാവ് വരുമ്പോൾ ഏശാവ് കൊല്ലാനൊരുങ്ങുന്നെങ്കിൽ പിന്നെ നിന്ന് ചാകുകയല്ലാതെ ഒരു മാർഗവുമില്ല. ആ സമയത്താണ് ദൈവം ചോദിക്കുന്നത്, നിൻ്റെ പേരെന്ത്? അപ്പം യാക്കോബിന് മനസ്സിലായി, ഇത് പണ്ട് അപ്പനെ കബളിപ്പിച്ചതുപോലെ കബളിപ്പിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു. വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവത്താൽ പേര് മാറ്റപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അബ്രഹാം എന്നുള്ള പേര് അബ്രഹാമാക്കി, സാറായി എന്നുള്ള പേര് സാറയാക്കി മാറ്റി. അങ്ങനെ ധാരാളം ആളുകളുടെ പേര് ദൈവം മാറ്റിയിട്ടുണ്ട്. വേദപുസ്തകം പരിശോധിച്ചാൽ ഈ പേര് ഇടുന്ന കാര്യത്തിൽ ഒക്കെ ദൈവത്തിൻ്റെ കൈയുണ്ട്. മക്കളെ തരുന്നത് തന്നെ ദൈവമാണല്ലോ, ആണായാലും പെണ്ണായാലും. അപ്പോൾ അവർക്ക് പേരിടുന്ന കാര്യത്തിൽ ദൈവം നമ്മുടെ നാവോട് കൂടി ഇരിക്കുന്നുണ്ട്. ഈ ആദാമാണ് സകല പക്ഷിമൃഗാദികൾക്കും പേരിട്ടത്. ആദാം ഇട്ടത് അവയ്ക്ക് പേരായി. വളരെ ആപ്റ്റായിട്ടുള്ള പേരുകൾ ആണ് ആദാം ഇടുവാൻ ഇടയായത്. ദൈവം ആദാമിന് അതിനുള്ള ജ്ഞാനം നൽകിയിരുന്നു. പിന്നീട് ഇന്ന പേരിടണം എന്ന് ഇസ്മയിലിൻ്റെ കാര്യം ദൈവം നേരത്തെ പറഞ്ഞു, ഇസഹാക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ യോശിയാവ് എന്നൊരു രാജാവ് ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞു. കോരേശ് എന്നൊരു രാജാവ് ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞു. ശലോമോൻ എന്നൊരു മകനുണ്ടാകും എന്ന് ദൈവം പറഞ്ഞു. അതുപോലെ യേശുവിൻ്റെ കാര്യത്തിലും യോഹന്നാൻ സ്നാപകൻ്റെ കാര്യത്തിലുമൊക്കെ മുൻപേ ദൈവം പേര് പ്രസ്താവിച്ചതാണ്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവെന്നാണ്. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ എന്നാണ്. ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ ചിരി അല്ലെങ്കിൽ സന്തോഷം എന്നാണ്. അപ്പോൾ അർത്ഥവത്തായ പേരുകൾ, അവരുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട പേരുകളാണ് അവർക്കിടാൻ വേണ്ടി മാതാപിതാക്കളുടെ നാവിൽ ദൈവം നൽകുന്നത്. ഇപ്പോൾ യാക്കോബിന് ആ പേര് ഇടാൻ കാരണം അവൻ്റെ ജീവിതം ഉപായം നിറഞ്ഞതായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ദൈവം പറയുകയാണ്, നിൻ്റെ ഉപായമൊക്കെ ഇനി ഉപേക്ഷിക്കുക. നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്. ജീവിക്കാൻ വേണ്ടി അല്ലെ ഉയരാൻ വേണ്ടിയൊക്കെ ആണല്ലോ നീ ഈ ഉപായത്തരങ്ങളൊക്കെ കാണിച്ചത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. നിന്നെ ഞാൻ ദൈവത്തിൻ്റെ എൻ്റെ മുമ്പാകെ പ്രഭുവാക്കി മാറ്റിയിരിക്കുകയാണ്. ഇസ്രയേൽ എന്നുള്ള പേര് യാക്കോബിന് ദൈവം നൽകാനിടയായി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമുക്ക് ദൈവം പുതിയ പേര് തരികയാണ്. ഓമന പേർ ചൊല്ലി നമ്മളെ വിളിക്കുകയാണ്. തൻ്റെ ആടുകളാക്കി നമ്മളെ മാറ്റുകയാണ്. ഒരു ചന്തയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ഇടയൻ ആടിനെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിന് താനൊരു പേരിടുകയാണ്. ഉടമസ്ഥ അവകാശത്തെയാണ് പേര് കാണിക്കുന്നത്. ആദാമാണല്ലോ ഹൗവയ്ക്ക് പേരിട്ടത്. ആദാമിന് മാത്രമുള്ളതാണ് ഹൗവ, അതുകൊണ്ടാണ് ഉടമസ്ഥാവകാശം. ഇവിടെ കർത്താവ് നമ്മെ തൻ്റെ ആടുകളാക്കി മാറ്റുന്നു. നമുക്കവൻ പേര് തരുന്നു, പുതിയ പേര് നമുക്ക് തരുന്നു. കാരണം അവൻ്റെ വകയാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ പേര് നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ള അവസ്ഥ സമ്മതിക്കണം. നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉപായിയാണ്
ചതിയനാണ് എന്ന് യാക്കോബ് സമ്മതിച്ചതുപോലെ കർത്താവെ ഞാൻ കുറവുള്ളവനാണ്, പോരാത്തവനാണ്, പാപിയാണ് എന്ന് സമ്മതിച്ച് യേശുക്രിസ്തുവിനെ ശരണത്തിനായിട്ട് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് ജീവിക്കുന്നവനെ ശരണപ്പെടുവാൻ തയ്യാറായാൽ പുതിയ പേര് നൽകി തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. നിത്യതയിലും അവൻ നമുക്ക് അവകാശം തരും. ഇതാണ് സുവിശേഷം. ഈ കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിനെ അനുസരിച്ച് അനുഗമിച്ച് ആരാധിക്കുവാൻ എല്ലാ ശ്രോതാക്കളെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.